8ന്റെ മണിയായി പോയി. സ്കൂൾ അടച്ചല്ലോ. ഇനി കുരുത്തക്കേടിന്റെ സ്പീഡ് കൂടും. സോറി ജൂലി, നീ വരുന്നില്ലല്ലോ കളിക്കാൻ. ഞാനൊന്നുമില്ല. കുറച്ചു കഴിയുമ്പോ നല്ല വെയിലായിരിക്കും. നിങ്ങൾ പോയിക്കോ. ബൈ ജൂലി. അറിഞ്ഞോ, നമ്മുടെ റോബിൻ എത്തിയിട്ടുണ്ട്. ആഹാ, ടീനി എങ്ങനെ അറിഞ്ഞു? എന്റെ അടുത്ത് ബെറ്റിയാ പറഞ്ഞേ. റോബിൻ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. റോബിൻ മാത്രമല്ല, വേറെ 3 പേർ കൂടെയുണ്ട് ടോം. ആഹാ, അതാരൊക്കെയാ? ഫ്രാൻ, ചോട്ടു, സോനു. എത്ര ദിവസമായി അവരെയൊക്കെ കണ്ടിട്ട്? ചോട്ടുവും സോനുവും ഇന്നലെ രാത്രിയായി എത്തിയേ. വന്നതും ജൂലിയുമായൊന്ന് ഉടക്കി. എന്നിട്ട് ചോട്ടുവിന്റെ വാലിൽ ജൂലി ചവിട്ടി. പാവം, ജൂലിയുടെ പിടിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ നല്ല കരച്ചിലായിരുന്നു. ദൈവം എത്ര നീതിമാനാണെന്ന് നോക്കൂ ടീന. അതെന്താ? ഇന്ന് ഞാൻ അറിയാതെയാണെങ്കിലും ജൂലിയുടെ കൈക്ക് തന്നെ ചവിട്ടിയില്ലേ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്കും അതേ തിരിച്ചു കിട്ടൂ. അതെ, നല്ലത് ചെയ്താൽ നല്ലതേ വരൂ. എല്ലാവരും എത്തിക്കാണും. നമ്മൾ കുറച്ച് വൈകി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് ബെറ്റി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഗ്രൗണ്ടിലാകെ വേസ്റ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച കുറേ എടുത്ത് കളഞ്ഞതായിരുന്നു. പിന്നെ ആരെങ്കിലും ഇട്ട് കാണും. ഞാനും ചോട്ടുവും മാഗിയുടെ പിള്ളേരും കൂടി ഒരു വിധം ക്ലീൻ ചെയ്തു. എന്നിട്ട് അവരെവിടെ? മാഗി പിള്ളേരെ വീട്ടിലാക്കിയിട്ട് വരാമെന്നും പറഞ്ഞു പോയി. ചോട്ടുവിന്റെ വാലിൽ നീരുണ്ട്. അവൻ പതുക്കെ വരും. റോബിൻ എവിടെ? ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. വിളിച്ചിട്ട് കേട്ടില്ല. എന്തോ ആലോചിച്ചു പോകുന്ന പോലെ തോന്നി. ശരി, നമുക്ക് തുടങ്ങാം. അവർ എത്തുമ്പോ ചേർന്നോട്ടെ. ശരി, ഫ്രാൻ ബോൾ പാസ് ചെയ്യൂ. ആഹാ, നിങ്ങൾ തുടങ്ങിയോ? ഞങ്ങളുടെ ടീമിൽ ചേർന്നോളൂ. 2-3 പോയിന്റിലാണ്. നമ്മൾ ഒരു ഗോളും കൂടി അടിച്ചാൽ ഡ്രോ ആകും. ജിമ്മി, ഇതാ പിടിച്ചോ. കലക്കി ജിമ്മി. ബെറ്റി, റെഡിയാണോ? റെഡിയാണ് ജിമ്മി. സാരമില്ല. ഫ്രാൻ, സോനു. സോനു, ടോം. ചോട്ടു, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറഞ്ഞോ? നീ അവിടെ ഇരുന്ന് കളി കണ്ടോ? ഞങ്ങൾ ഒരു ഗോൾ കൂടി അടിക്കട്ടെ. അതല്ല സോനു, ഞാൻ നമ്മുടെ റോബിനെ കണ്ടു. എന്നിട്ട് റോബിൻ എവിടെ? ഞാനും കണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ചോട്ടു, എവിടെയാണ് റോബിനെ കണ്ടത്? ദാ അവിടെ നമ്മുടെ റോബിൻ ഒന്നും മിണ്ടുന്നില്ല. കരയുന്നുണ്ട്. കരയുന്നോ? എന്തു പറ്റി നമ്മുടെ റോബിന്?
എവിടെയായിരുന്നു ഇത്രയും നാൾ? അല്ല, നിനക്ക് എന്ത് പറ്റി റോബിൻ? എന്തിനാ കരയുന്നേ? എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയൂ റോബിൻ. അതെ, ഞങ്ങളൊക്കെ റോബിന്റെ ഫ്രണ്ട്സ് അല്ലേ? കരയാതെ കാര്യം പറയൂ റോബിൻ. നമ്മുടെ റോബിന് ഇത് എന്ത് പറ്റി? എന്തായാലും അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതെ. ഇനി ആരെങ്കിലും നമ്മുടെ റോബിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ? എങ്കിൽ അവരെ ഇന്ന് ഞാൻ... ദൈവമേ, എന്റെ വാല്. സോറി. അല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒടിവോ ചതവോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എല്ലാവരും ചവിട്ടുള്ളൂ. നമുക്ക് റോബിനെ നോക്കാം. ചോട്ടു റെസ്റ്റ് എടുക്കട്ടെ. ശരിയാ, നിങ്ങൾ പോയിട്ട് വരൂ, ഞാനിവിടെ ഉണ്ടാവും. നമുക്ക് പല വഴിക്കായി നീങ്ങാം. ഞാനും ബെറ്റിയും ഈ വഴി പോകാം. ഞാനും ഫ്രാനും ആ വഴിക്ക് നോക്കാം. ജിമ്മിയും സോനും ആ നദീതീരം. ഓക്കെ, വാ സോനു, നമുക്ക് നോക്കാം. എന്നാലും എന്തു പറ്റി പാവം റോബിന്? ദാ അവിടെയുണ്ട് റോബിൻ. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. ശരി ബെറ്റി. സോറി പപ്പ, ഞാൻ വിചാരിച്ചില്ല. സോറി പപ്പ. റോബിൻ, ദയവ് ചെയ്ത് നീ ഓടരുത്. നിന്റെ സ്പീഡിൽ നിന്റെ അടുത്തെത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. നിന്റെ പപ്പയ്ക്ക് എന്തു പറ്റി റോബിൻ? റോബിന്റെ പപ്പയ്ക്ക് എന്ത് പറ്റി ടീന? അറിയില്ല. ഞാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ റോബിൻ പപ്പ പപ്പ സോറി എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. റോബിന്റെ പപ്പയോട് റോബിൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? നീ ഇങ്ങനെ കരയാതെ കാര്യം പറ റോബിൻ. എന്തെങ്കിലും ഒന്ന് പറ റോബിൻ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നിന്റെ ഫ്രണ്ട്സായ ഞങ്ങൾക്കും വിഷമമാകില്ലേ? ഇനി നിനക്കെന്തെങ്കിലും തെറ്റുപറ്റിയതാണെങ്കിൽ എന്തായാലും പറ റോബിൻ. തെറ്റ് ആർക്കും പറ്റും. പക്ഷേ അത് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്തുകയും പിന്നെ ജീവിതത്തിൽ തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. പിന്നെ ഞങ്ങളോട് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. ടോം പറഞ്ഞത് ശരിയാണ്. എനിക്കൊരു തെറ്റ് പറ്റി. അതെനിക്കിനി തിരുത്താൻ പറ്റുകയില്ല. അതെന്ത് തെറ്റാ റോബിൻ? തിരുത്താൻ പറ്റാത്ത തെറ്റ്? റോബിൻ, നീ ഒത്തിരി വിഷമിക്കല്ലേ. ഞങ്ങളോട് എല്ലാം തുറന്നു പറയൂ. എൻ്റെ പപ്പ കഴിഞ്ഞ മാസം എന്നോട് കുറച്ച് ലെറ്റൂസോ സെല്ലറിയോ കിഴക്കൻ പാറയിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ എൻ്റെ ക്യാരറ്റ് ഫാം നശിപ്പിച്ചവരോടുള്ള ദേഷ്യത്തിലായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ പപ്പയോട് ദേഷ്യപ്പെട്ടു. പപ്പ വിളിച്ചിട്ട് നിൽക്കാതെ ഞാൻ നേരെ ചെയിൻ ബൗണ്ടിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ കുറേ നാൾ ഞാൻ കേസിൻ്റെ പിറകെയായിരുന്നു. ദൈവമേ, പപ്പയ്ക്ക് വിഷമമായി കാണില്ലേ? തീർച്ചയായും വിഷമമായി കാണാൻ ടീന. പിന്നീട് റോബിൻ ലെറ്റൂസ് വാങ്ങി കൊടുത്തോ? ഇല്ല, ഞാൻ പിന്നെയാവട്ടെ എന്ന് കരുതി. പിന്നെ അതങ്ങ് മറക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ മമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് അതെൻ്റെ പപ്പയെ ഒത്തിരി വേദനിപ്പിച്ചു എന്നാണ്. അത് പോട്ടെ റോബിൻ, ഒട്ടും സമയം കളയാതെ ഇനി പോയി വാങ്ങിച്ചു കൊടുക്കൂ. നിനക്ക് പപ്പയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി വരാം. അതിന് എനിക്കൊരിക്കലും കഴിയില്ല. കഴിഞ്ഞ ആഴ്ച പപ്പ എന്നെയും അമ്മയെയും ഈ ലോകം തന്നെ വിട്ടുപോയി. ഹോ ദൈവമേ. കരയാതിരിക്കൂ റോബിൻ. അപ്പോ ഇനി എന്ത് ചെയ്യും? ഡാഡിയോടും മമ്മിയോടും കാര്യങ്ങൾ പറയാം. അത് ശരിയാ.
നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിക്കുന്നതാ നല്ലത്. എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല. ടോം, ടീന, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മമ്മി കുറെ നേരം കാത്തിരുന്നു. ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെ എവിടെ പോയി? അത് മമ്മി മാർക്കറ്റിൽ പോയതാ റോബിൻ. ജൂലിയും കൂട്ടി, അല്ലേ ഡാഡി? അതെ, അതുപോട്ടെ റോബിൻ, എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്തു പറ്റി റോബിൻ? ആകെ മൂഡൌട്ടാണെന്ന് തോന്നുന്നു. അത് ഡാഡി, റോബിന്റെ പപ്പ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ഓ റോബിൻ, വരൂ, എല്ലാവരും വരൂ, നമുക്ക് ആ ഗാർഡനിലേക്ക് പോവാം. റോബിൻ, ഈ പൂന്തോട്ടം കണ്ടോ? എങ്ങനെയുണ്ട്? ആ, കൊള്ളാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പോകുമ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇതൊക്കെ റോബിന്റെ കൂട്ടുകാർ ചെയ്തതാ. എന്നും ഇവർ ഇതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. ഒരു ദിവസം ഞാനാണെങ്കിൽ അടുത്ത ദിവസം ടോം. ഇന്ന് ഞാനാണെങ്കിൽ നാളെ കോളിൻസ്, പിന്നെ മാഗി, ബെറ്റി, അങ്ങനെ. അതുകൊണ്ടാണ് ഇത് ഇത്ര സുന്ദരമായിരിക്കുന്നത്. കണ്ടോ പൂമ്പാറ്റകൾ പൂക്കളിൽ വന്നിരിക്കുന്നത്? നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ അതിനിടയിൽ നോക്കൂ, കുറച്ചുണങ്ങിയ പൂക്കൾ. നല്ല പൂക്കളായിരുന്നല്ലേ? അതെ, പക്ഷേ ഈ പൂക്കൾക്ക് പ്രായമായി. ഇനി അവ മണ്ണിൽ വീണ് അലിഞ്ഞു പോകും. എന്റെ പപ്പയെ പോലെയല്ലേ? അതെ റോബിൻ, ഇതെല്ലാം ഈ ലോകത്തുള്ളതാണ്. അതുകൊണ്ട് റോബിൻ ഇനി പപ്പയെ ആലോചിച്ച് വിഷമിക്കരുത് കേട്ടോ. പക്ഷേ അങ്കിൾ, ഞാനൊരു തിരുത്താൻ പറ്റാത്ത തെറ്റു ചെയ്തു. അതെന്താ റോബിൻ? ലെറ്റൂസ് എന്റെ പപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പപ്പയ്ക്ക് ലെറ്റൂസ് വേണമെന്ന് പറഞ്ഞിട്ടും ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. എന്റെ പപ്പയ്ക്ക് സങ്കടമായി കാണില്ലേ? ഞാനിനി എന്തു ചെയ്യും അങ്കിൾ? പപ്പയ്ക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? എന്നെ, പിന്നെ മമ്മയെ. പപ്പ എപ്പോഴൊക്കെയാ ഹാപ്പി ആവുന്നേ? ഞാനും മമ്മിയും ഹാപ്പിയാണെങ്കിൽ പപ്പ ഹാപ്പിയാ. റോബിനിപ്പം ഹാപ്പിയാണോ? അല്ല. അപ്പോ പപ്പയും ഹാപ്പി ആയിരിക്കില്ല. അതെ, പക്ഷേ എനിക്ക് ഹാപ്പിയാകാൻ പറ്റുന്നില്ല. ഈ പൂവിന്റെ വിത്ത് മുളച്ചപ്പോ നിങ്ങൾക്കെല്ലാവർക്കും എന്തു തോന്നി? നല്ല രസമായിരുന്നു ആ ചെറിയ വിത്തിൽ നിന്ന് അത് മുളച്ചു നിൽക്കുന്നത് കാണാൻ. പിന്നെ ഞങ്ങൾ അതിന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തപ്പോൾ ഓരോ ദിവസവും അത് വലുതാകുന്നത് ഞങ്ങൾ കണ്ടു. ഹോ, എന്ത് രസമായിരുന്നു അത് കാണാൻ. ഒരു ദിവസം ഇതിലൊക്കെ ചെറിയ ചെറിയ മുട്ടുകൾ വന്നു. പിന്നെ അത് വലിയ പൂക്കളായി. ചുവപ്പ്, മഞ്ഞ, വെള്ള, എത്ര കളറാ! അപ്പോ ആരായി ചെടികളുടെയൊക്കെ പാരന്റ്സ്? ഞങ്ങളല്ലേ? അതെ, നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നട്ട ഈ ചെറിയ വിത്ത് മുളച്ച് ചെടിയായി, മുട്ടിട്ടു, പൂക്കൾ വിടർത്തിയപ്പോ ചെടികളുടെ പാരന്റ്സായ നിങ്ങളെല്ലാവരും ഹാപ്പി ആയില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ഹാപ്പിയാകാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പാരന്റ്സിന്റെ ആഗ്രഹം അനുസരിച്ച് വളർന്നു വലുതാകണം. റോബിൻ, എന്തായിരുന്നു റോബിന്റെ പപ്പയുടെ ആഗ്രഹം? എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു പപ്പയുടെ ആഗ്രഹം. അപ്പോ പപ്പയെ ഹാപ്പിയാക്കാൻ റോബിൻ ഇനി എന്ത് ചെയ്യും? ഞാൻ നന്നായി പഠിച്ച് ഒരു ഡോക്ടർ ആകും. പക്ഷേ അത് കാണാൻ എന്റെ പപ്പ ഇല്ലല്ലോ. പപ്പ ദൈവത്തിന്റെ അടുത്തിരുന്ന് റോബിൻ ഡോക്ടറാണെന്ന് കണ്ട് സന്തോഷിക്കും. ആണോ അങ്കിൾ? ഞാനിനി നന്നായി പഠിക്കും. എന്നിട്ട് എന്റെ പപ്പ ആഗ്രഹിച്ചതുപോലെ ഒരു ഡോക്ടർ തന്നെയാകും. അതെ, ഞങ്ങൾക്കൊരു ഡോക്ടർ. അതെ, ഇപ്പോ
നമുക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാ ആ കിഴക്കൻ മലയ്ക്ക് അപ്പുറത്ത് പോണം. ഇനി എന്താണ് റോബിൻ? എന്നാലും അന്നു ഞാൻ പപ്പ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, പപ്പയ്ക്ക് ലെറ്റൂസ് വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ പപ്പ കുറെ കൂടെ ഹാപ്പി ആകുമായിരുന്നില്ലേ? ഇല്ല, കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും ഇനി തിരിച്ചു വരില്ല. എന്തു ചെയ്താലും തിരിച്ചു വരില്ല അല്ലേ? അതുകൊണ്ട് എന്തു ചെയ്യണം റോബിൻ? എല്ലാം അതിൻ്റെ സമയത്തു ചെയ്യണം. പിന്നെ ചെയ്യണമെന്ന് കരുതിയാൽ ചിലപ്പോൾ അത് പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. റോബിൻ, നീ മിടുക്കനാണ്. എല്ലാം നീ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാകില്ലായിരുന്നു അങ്കിൾ. കഴിഞ്ഞു പോയതിനെ കുറിച്ചോർത്ത് വിഷമിക്കരുത് റോബിൻ. നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത സമയം നന്നായി ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറാൻ നോക്കാം. അതെ, ഇപ്പോ കളിക്കേണ്ട സമയമാണ്. നമുക്ക് പോയി കളിക്കാം. എന്നിട്ട് പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ഞാനൊരു ഡോക്ടറാകും. കൃത്യനിഷ്ഠയുള്ള ഡോക്ടർ. നല്ലത് റോബിൻ. ദൈവം റോബിനെ അനുഗ്രഹിക്കട്ടെ. ഡാഡി എവിടെ പോകുന്നു? ഞാൻ എൻ്റെ ഡാഡിയെ കാണാൻ പോകുന്നു. ഡാഡി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വിളിച്ചിരുന്നു. നാളെ പോകാമെന്ന് കരുതിയതാണ്. ഇപ്പൊ തോന്നുന്നു പോകണ്ടാന്ന്. റോബിൻ, എനിക്ക് പാസ് ചെയ്യ്. പിടിച്ചോട്ടോ. റോബിൻ, നല്ല ടൈമിംഗ് ആയിരുന്നു. സമയത്തിന്റെ വില എനിക്ക് നന്നായി അറിയാം കേട്ടോ. ടീന, ടോം, നിങ്ങളെ മമ്മി അന്വേഷിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് മമ്മിയോട് പറയൂ. ടീന, ഇപ്പോ ചെയ്യേണ്ടത് ഇപ്പോ ചെയ്യുക. ശരിയാണ് റോബിൻ, ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. ഈ സമയം പിന്നീട് കിട്ടില്ല.